ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്കൃതത്തിൽ ആമലകി, അമൃതഫലം, ധാത്രിക എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നെല്ലിയാണ് കേട്ടോ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. അന്നജം, പ്രോട്ടീൻ, ജലം, നയാസിൻ, വൈറ്റമിൻ എ, സി, കാൽഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നീ പോഷകമൂല്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ നല്ലൊരു ഫലമാണ് നെല്ലിക്ക. 100 ഗ്രാം നെല്ലിക്കയിൽ 720 മുതൽ 900 മില്ലിഗ്രാം വരെ ജീവകം സി കാണപ്പെടുന്നുണ്ട്. കൂടാതെ ടാനിനുകൾ ഉള്ളതിനാൽ നെല്ലിക്കയിലെ സക്രിയ ഘടകങ്ങൾ ഫലം ഉണങ്ങിയതിനു ശേഷവും പ്രയോജനപ്പെടുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നടീൽക്രമം എന്നൊന്ന് നോക്കാം. നെല്ലിക്കയുടെ മാംസളമായ ഭാഗം മാറ്റിയിട്ടുണ്ടെങ്കിൽ കാണുന്ന വിത്ത് 2-3 ദിവസമൊക്കെ നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചിട്ട് ഉണക്കാം. അതായത് പാറപ്പുറോ അങ്ങനെ എവിടെയെങ്കിലും അത്യാവശ്യം നല്ല ചൂട് വെയിലും കിട്ടണം കേട്ടോ. അങ്ങനെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ വിത്ത് ഇങ്ങനെ പുറത്ത് വരും. ഉണക്കുമ്പോൾ നമ്മൾ അതൊരു തുണി കൊണ്ട് മൂടിയിടണം കേട്ടോ. കൂടാതെ ബീജാങ്കുരണ ശേഷി വളരെ കുറവായതിനാൽ വിത്ത് നമുക്ക് അധിക കാലം സൂക്ഷിച്ച് വെക്കാനായിട്ടും കഴിയില്ല. വിത്ത് നട്ടും മുകുളനം വഴിയും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ നാടൻ നെല്ലി കായ്ക്കാനായിട്ട് 6 വർഷം വരെയൊക്കെ വേണ്ടി വരും. എന്നാൽ ഇന്ന് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ അത്തരം തൈകളൊക്കെ 2-3 വർഷത്തിനുള്ളിലൊക്കെ കായ്ച്ചു വരുന്നതാണ്. ആയുർവേദത്തിൽ നമ്മുടെ നെല്ലിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കായ മുതൽ വേര് വരെ എല്ലാ ഭാഗങ്ങളും. ഇന്ത്യൻ ഗൂസ്ബെറി എന്ന ഇംഗ്ലീഷ് നാമത്തിൽ അറിയപ്പെടുന്ന നെല്ലിക്ക പോഷക ഗുണങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും ഒരു വലിയ കലവറയാണ്. ദിവസവും നമ്മൾ ഓരോ നെല്ലിക്ക വീതം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. നെല്ലിക്കയുടെ മറ്റു കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നെല്ലിയുടെ തൈകൾ ഇത് അരിനെല്ലിയാണ്. നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നമ്മൾ DTDC വഴി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിനുള്ളിലേക്ക് എല്ലായിടത്തേക്കും പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.